നല്ല സിനിമയാണ്, നല്ല എനർജറ്റിക് സിനിമ. ഇപ്പോൾ കാന്താരയൊക്കെ ഇറങ്ങിയപ്പോൾ മലയാളത്തിലെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയൊക്കെ ഒരു പടം മലയാളത്തിൽ ഇറങ്ങുമോ, പിടിക്കാൻ പറ്റുമോ. ആ ലെവലിൽ മേളിൽ നിൽക്കുന്ന പടമാണ് അഞ്ചക്ക കള്ളെന്ന് പറഞ്ഞ ഈ പടം. നല്ലൊരു നല്ല മൂവി മാത്രമല്ല, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ക്യാമറ വർക്ക്. പുതിയ ആളാണ് ഉല്ലാസ് ചെമ്മൻ ചേട്ടൻ്റെ അനിയനാണ്. പുള്ളി നന്നായിട്ടാണ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതുപോലത്തെ സിനിമകൾ മലയാളത്തിൽ വരണം. ഈ അടുത്ത കാലത്തായിട്ട് മലയാള സിനിമയുടെ കുറച്ച് സുവർണ അവസരം വന്നല്ലോ, അതുപോലെ വീണ്ടും ആണ്ട് മലയാളത്തിൽ അടുത്തൊരു ഹിറ്റ് വന്നു ഈ പടം. ഗംഭീര സിനിമയാണ്. അഭിനയത്തിന് ഇങ്ങനെ ചെമ്മൻ വിനോദ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുള്ളൂ നമ്മൾ അറിയപ്പെടുന്നത്. ബാക്കിയെല്ലാം പുതുമുഖങ്ങളാണ്. അവരൊക്കെ ഗംഭീര പെർഫോമൻസാണ്. ഇപ്പോൾ ഈ മഞ്ഞുമൽ ബോയ്സൊക്കെ കുറച്ച് നമ്മൾ വില്ല ആക്ടേഴ്സ് അല്ലാത്ത ചെറിയ ആക്ടേഴ്സ് വന്നിട്ട് ഞെട്ടിച്ചാക്കുമല്ലോ, അതുപോലെ ഒരു ഗംഭീര സിനിമയാണ് ഈ അഞ്ചക്ക കള്ളൻ പൊറാട്ട നാടകം പറഞ്ഞ സിനിമ. നല്ല സിനിമ, മേക്കിംഗ് മസ്റ്റ് വാച്ച് തിയേറ്റർ. മലയാളത്തിൽ ഇമാതിരി ഒരു പടം എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. തിയേറ്റർ വാശുകൾ, അതായത് OTT വന്നിട്ട് കാണാമെന്നില്ല, തിയേറ്റർ വാശുകൾ തന്നെയാണ്. സൗണ്ട് മിക്സിങ് നമ്മുടെ പുഷ്പയുടെ ടീമാണ് ചെയ്തേക്കുന്നത്. അതുപോലെ എവരിതിങ് മേക്കിംഗ് വൈസ് ഒന്നും പറയാനില്ല. തിയേറ്റർ വാച്ചബിൾ ഐറ്റം തന്നെയാണ്. രക്ഷയില്ല എല്ലാ രീതിയിലും. ഒരു രീതിയിൽ പോലും നമുക്ക് നെഗറ്റീവ് കണ്ടുപിടിക്കാനില്ല. ഉല്ലാസ് ചെമ്പനാണ് ഇതിനെ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്, ലുക്മാനാണ് നായകൻ. ഇതിൽ എവരി മണികണ്ഠനാണെങ്കിലും എല്ലാവരും അസാധ്യ പെർഫോമൻസാണ്. മസ്റ്റ് വാച്ച് തിയേറ്റേഴ്സ്, ഡോണ്ട് മിസ് ഇറ്റ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വിളിച്ചില്ലേ, അടിപൊളിയായിരുന്നു. നല്ല പടമായിട്ടുണ്ട്, എല്ലാവരും കാണൂ. നല്ലൊരു മേക്കിംഗ് സൂപ്പർ ആയിട്ടുണ്ട്. ഉല്ലാസിന്റെ പടമാണ് പൂർണ്ണമായിട്ടും, എല്ലാവരും കാണും. എല്ലാവരും എടുത്തു പറയാനല്ലേ, ഓരോരുത്തരും എത്ര ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടാണെങ്കിലും ഒരുപാട് നന്നായിട്ടുണ്ട്. താങ്ക് യു. അടിപൊളിയായിരുന്നു. മേക്കിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ആസ് എ ടീം ഓവറോൾ നോക്കുമ്പോൾ അഞ്ചക്കള്ളക്കോക്കാനൊരു ഭയങ്കര സക്സസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്നൊന്നര പടം ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര നന്നാവുന്നു. ലിജോ ജോർജ് ഫെലിശ്ശേരി പടം പോലെ ഇരിക്കും. തല്ലുമാല പോലെ ആക്ഷൻ സീക്വൻസ്, കമ്മിറ്റി പാടം ബാക്ക്ഗ്രൗണ്ട്, പിന്നെ സിനിമാറ്റോഗ്രാഫി BGM എല്ലാം ഉഗ്രനാണ്. പിന്നെ ചെമ്പൻ പെർഫോമൻസ്, ലുക്മാൻ, പിന്നെ മണികണ്ഠൻ ആചാരി, ഇങ്ങനെ പടം ഇത്രയും നല്ല BGM ടെക്നിക്കലി ഉഗ്രൻ പടമാണ്. ഇതുവരെ കാണാത്തൊരു മേക്കിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫി എല്ലാം ഉഗ്രനാണ്. എന്തായാലും പടം ഒരു സർപ്രൈസ് ഹിറ്റാണ്. രോമാഞ്ചം പോലെ വലിയൊരു ഹിറ്റായി.